വെച്ചത്. ഇതും ഒരു മലബാർ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഏത്തപ്പഴം, പിന്നെ കുറച്ച് കാഷ്യൂനട്ട് ഇതേപോലെ ചോപ്പ് ചെയ്തു, ഗ്രേറ്റഡ് കോക്കനട്ട്, കാർഡമം, ഷുഗറൂടെ ഇതേപോലെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് മാറ്റി വെച്ചു. ഇനി ഒരു പാൻ ചൂടാക്കി നെയ്യ് ഒഴിച്ച് ആദ്യം കാഷ്യൂനട്ടൊന്ന് വറുത്തിട്ട് അതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഇട്ടൊന്ന് വഴറ്റുക. ആവശ്യത്തിന് മധുരം ചേർക്കാം. ലാസ്റ്റ് പൊടിച്ചു വെച്ച കാർഡമം പൗഡറൂടെ ഇട്ട് ഇളക്കി അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഴം ഒന്ന് പീൽ ചെയ്തിട്ട് അതിലൊരു സ്ലിറ്റ് ഇടാം കേട്ടോ. ഇതേപോലെ സ്ലിറ്റ് ഇട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ വഴറ്റി വെച്ച കോക്കനട്ട് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫില്ല് ചെയ്യുക. ബൗളിൽ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലവർ എടുത്ത് ഒരു പിഞ്ച് സാൾട്ട് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം അത് കുറേശ്ശെയായിട്ട് നമുക്ക് ആ ഫില്ലിങ്സിൻ്റെ പുറത്തൊന്ന് വെച്ച് അടച്ചു കൊടുക്കുക. കണ്ടോ, ഇതേപോലെ അടച്ച് എടുക്കുക. ഈ പാനിൽ നെയ്യ് ഒഴിച്ച് ചൂടാക്കി അതിലേക്ക് ഏത്തപ്പഴം ഇട്ട് അതിൻ്റെ എല്ലാ സൈഡും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പഴം നിറച്ചത് റെഡി. ഇതിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ കോക്കനട്ടും കാഷ്യൂനട്ടും ഒക്കെ ഇരിക്കുന്നുണ്ടോ. ടേസ്റ്റി ആയിട്ടുള്ള ഒരു മലബാർ റെസിപ്പിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.